ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ 3 ഭവിഷ്യവാണി ഉണ്ടാവാൻ പോവുകയാണ്. ആ 3 ഭവിഷ്യവാണിയെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇങ്ങനൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും നിങ്ങളുടെ ലൈഫിൽ. അതായത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും. അതായത് ആരുടെയും കീഴിലാവത്തില്ല നിങ്ങളുടെ ലൈഫ്. അതായത് അവർ പറയുന്നത് പോലെ കേൾക്കണം, അവർ പറയുന്നത് പോലെ ചെയ്യണം, അങ്ങനെ ഉണ്ടാവത്തില്ല. നിങ്ങൾക്കൊരു ഫ്രീ ആകും. നിങ്ങൾ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ നിന്ന് നിങ്ങൾ ഫ്രീ ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് വരുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷനിൽ നിങ്ങൾ അത്രമാത്രം ജോയ്ഫുള്ളായിട്ട് സന്തോഷം അനുഭവിക്കുന്നതാണ്. കാരണം നിങ്ങൾക്ക് തന്നെ തോന്നും, ഇതാണ് എൻ്റെ നല്ല ട്രാൻസ്ഫോർമേഷൻ, ഈ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങൾക്ക് ഫസ്റ്റ് വരാൻ പോകുന്ന ട്രാൻസ്ഫോർമേഷൻ. ഇവിടെ സ്പിരിച്വലായിട്ടുള്ള ഒരു അലൈൻമെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. കൂടാതെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് അച്ചീവ് ആവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇത്രയും നാൾ ഞാൻ എന്താണോ ആഗ്രഹിച്ചത് എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത് ദൈവമേ എന്ന് ദൈവത്തിനോട് നിങ്ങൾ നന്ദി പറയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾക്ക് ഒരു പ്രശംസ മറ്റുള്ളവരിൽ ലഭിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് തന്നെ തോന്നും നിങ്ങളുടെ ലൈഫിലെ ഗോൾഡൻ ടൈമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന്. ആ രീതിയിലുള്ള ഒരു പരിവർത്തനമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോൾ ഇനി നിങ്ങളുടെ കയ്യിലായിരിക്കും പൂർണ്ണമായിട്ടും. അപ്പോൾ ആ ഒരു കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് മോശം സാഹചര്യം വന്നാലും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ആ ഒരു മനസ്സ്, ഒരു വിൽ പവർ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ ഒരു ഗോൾഡൻ ടൈം വന്നതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ഒരിടത്തും അസഹായരായിട്ടിരിക്കേണ്ട അവസ്ഥ വരത്തില്ല. അതായത് എന്തെങ്കിലും മോശം സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇതിൽ എങ്ങനെ മുന്നോട്ട് പോകും, എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ, അങ്ങനൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. നിങ്ങൾ സ്വയം അവിടെ ഒരു ആക്ഷൻ എടുക്കും. ഇനി നിങ്ങൾക്ക് 000 ഈ നമ്പറായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഈ ഒരു നമ്പർ നിങ്ങൾ കാണുന്നതിൻ്റെ മെയിൻ കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ മോശമായിട്ടുള്ള ആ ഒരു ചാപ്റ്റർ അവസാനിച്ചു എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങളുടെ മുഖത്ത് ചിരി ഇത്രയും നാൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇനി ആ ഒരു സ്മൈല് നിങ്ങളുടെ മുഖത്ത് ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ലൈഫിലെ ആദ്യത്തെ പരിവർത്തനം 100% ഇതായിരിക്കും. അതായത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും മോശമായിട്ടുള്ള ആ ഒരു പാറ്റേൺ ഏതാണോ ആ പാറ്റേണിൽ നിന്ന് നിങ്ങൾക്കൊരു മുക്തി ലഭിക്കുന്ന രീതി അതാണ് ഉണ്ടാവാൻ പോകുന്നത്. ചിലപ്പോൾ ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ ബ്ലാക്ക് മാജിക്, നെഗറ്റിവിറ്റി, ഡിപ്രഷൻ, ഭയം ഇതൊക്കെ ആയിരിക്കാം. അത് കാരണം നിങ്ങൾക്ക് വീണ്ടും അതേ സെയിം പാറ്റേണിൽ കൂടെ ജീവിക്കേണ്ട അവസ്ഥ, അതിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ സ്ഥിതിയെങ്കിൽ അതിലൊരു എൻഡിങ് ആണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള മോശം കാര്യങ്ങൾ എൻഡ് ആവാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ഡിപ്രഷനുള്ള വ്യക്തിക്ക് പുറത്ത് ഉള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാനോ, പുറത്ത് എന്തെങ്കിലും ഫംഗ്ഷൻ വച്ചാൽ അതിന് പങ്കെടുക്കാനോ ഒന്നിനും ഒരു താല്പര്യം ഉണ്ടാവത്തില്ല. എപ്പോഴും ഒറ്റയ്ക്കിരിക്കണം എന്നുള്ള തോന്നലായിരിക്കും. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും മോശം ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തി നിങ്ങളെ എപ്പോഴും നെഗറ്റീവ് ചിന്തിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. നിങ്ങൾ ലൈഫിൽ മുന്നേറാൻ പാടില്ല, എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കണം നിങ്ങൾ. അങ്ങനെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു നെഗറ്റീവ് ചിന്തിക്കാനെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും ഇനി അങ്ങോട്ട്. ഇവിടെ ഈ ഒരു നെഗറ്റീവ് ശക്തി വിചാരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നല്ലത് പറയാൻ പാടില്ല, നിങ്ങൾക്ക് വേണ്ടി നല്ലത് ചിന്തിക്കാൻ പാടില്ല. അതിനു വേണ്ടിയാണ് ഈ ഒരു നെഗറ്റീവ് ശക്തി നിങ്ങളിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിലൊരു അവസാനം ഉണ്ടാവാൻ പോവുകയാണ്. ചില ആൾക്കാർക്ക് അങ്ങനെയാണ്. കമൻറ്റ് സെക്ഷനിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് അവർക്ക് വേണ്ടി ഒരിക്കലും നല്ലത് പറയാൻ സാധിക്കുന്നില്ല. നല്ലത് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ എന്തെങ്കിലും നെഗറ്റീവ് ചിന്ത വന്നിട്ട് പറയുന്ന അതോടെ സ്റ്റക്കാകുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു മാറ്റം ഉണ്ടാവും ഇനി. അതായത് കുറേ ഉപായങ്ങൾ നിങ്ങൾ ഇതിനു വേണ്ടി ചെയ്തിട്ടുണ്ടാവും, ഈ ഒരു നെഗറ്റീവ് ചിന്തയിൽ നിന്ന് മുക്തരാവാൻ വേണ്ടിയും എല്ലാം. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് ഫലിച്ചിട്ടുണ്ടാവത്തില്ല. അപ്പോൾ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, സറണ്ടർ മോഡിൽ വരിക. അതായത് എന്താണോ നിങ്ങളുടെ പ്രശ്നം സറണ്ടർ ചെയ്യുക ദൈവത്തിനോട്. ഇവിടെ ചില ആൾക്കാർക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് മന്ത്രിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നാറുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പോലും നെഗറ്റീവായിട്ടുള്ള ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് തരുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നു.
അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഇനി ഒരു മാറ്റം ഉണ്ടാകും. കാരണം ഇനി അങ്ങോട്ട് നിങ്ങൾ നോക്കിക്കോളും, നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ നിങ്ങളിൽ നിന്ന് ദൂരെ മാറി നിൽക്കുന്നതാണ്. അവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരു പടി അകലം വച്ചായിരിക്കും ഇനി നിൽക്കുന്നത്. കാരണം അവർക്കിനി നിങ്ങളുടെ ലൈഫിൽ ഒന്നും ചെയ്യാൻ ബാക്കിയില്ല. അതുകൊണ്ട് അവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പുറത്ത് പോകുന്നതായിട്ട് അങ്ങനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നെഗറ്റിവിറ്റി കുറഞ്ഞ് പോസിറ്റിവിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ അവർ സ്വയം നിങ്ങളുടെ അടുത്തേക്ക് സംസാരിക്കാൻ വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ രണ്ട് രീതിയിലാണ് സംഭവിക്കാൻ പോകുന്നത്. നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ആ ഒരു ലൈഫ് വിട്ട് പോകും, മറിച്ച് പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതിന് ശേഷമായിരിക്കും നിങ്ങളുടെ ലൈഫിലൊരു പുതിയ തുടക്കം ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോയിട്ട് മനസ്സിലാകും നിങ്ങൾ എത്രത്തോളം ധൈര്യമാണ് വച്ചത് എന്ന്. മുന്നോട്ട് പോയിട്ട് നിങ്ങൾ ദൈവത്തിനോട് നന്ദി പറയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങൾ ഇങ്ങനെ ഒരു ആത്മവിശ്വാസവുമായിട്ട് കണക്റ്റ് ആവാൻ പോവുകയാണ്. അതായത് ഇതുവരെയുള്ള ലൈഫിൽ നിങ്ങൾ ഇങ്ങനൊരു ആത്മവിശ്വാസം ഇതുവരെയും കണ്ടിട്ടുണ്ടാവത്തില്ല. ആ രീതിയിൽ ആത്മവിശ്വാസവുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആവാൻ പോവുകയാണ്. കൊച്ചിലെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരു സീമയും ഇല്ലാത്ത കോൺഫിഡൻസാണ്. അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു തുറന്ന ആകാശം നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് റെഡിയാക്കി ഇട്ടേക്കാണ്. നിങ്ങൾക്ക് എത്രത്തോളം വേണമെങ്കിലും അവിടെ പറക്കാം. നിങ്ങളുടെ ഇഷ്ടമാണ്. കാരണം ഈ ഒരു ജീവിതം നിങ്ങളുടെ കൺട്രോളിൽ വരും. ആരുടെയും ആ ഒരു നിയന്ത്രണം നിങ്ങളുടെ മേൽ ഉണ്ടാവത്തില്ല. ഈ ഒരു ട്രാൻസ്ഫർമേഷൻ തീരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടി ഒരു വലിയൊരു കാൽവയ്പ് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് വലിയൊരു തീരുമാനം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇത് അങ്ങനെ ഒരു കാൽവയ്പാണ്. ഇത്രയും നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിൽ പോലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്ന ആ ഒരു കാൽവയ്പ്, അതാണിത്. ഈ ഒരു ട്രാൻസ്ഫർമേഷൻ ഉറപ്പായിട്ടും നിങ്ങളെ സാഹസികരാക്കുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു കാൽവയ്പ് നിങ്ങൾ ഈ ഒരു ട്രാൻസ്ഫർമേഷനിൽ എടുക്കാൻ പോകുന്നത്. ഇങ്ങനത്തെ ട്രാൻസ്ഫർമേഷൻ എപ്പോഴും ഭാഗ്യം കൊണ്ട് ഉണ്ടാകുന്നതാണ്. അതായത് നിങ്ങളുടെ ഭാഗ്യത്തിൽ ആ ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ട് എങ്കിൽ ഉറപ്പായിട്ടും അത് ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ടവർ മൂവ്മെൻറ്റ് ഫേസ് ചെയ്തവരാണ്. വളരെ മോശമായിട്ടുള്ള ട്രാൻസ്ഫർമേഷനിൽ കൂടെ നിങ്ങൾ കടന്നു വന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യം സംഭവിച്ചാലും അതിൻ്റെ ആ ഒരു നന്മ നിങ്ങൾക്ക് ഉള്ളതാണ്. അതായത് മോശം സംഭവിച്ചാലും നല്ലത് സംഭവിച്ചാലും ദൈവം നേരത്തെ വിചാരിച്ചിട്ടുണ്ട് ഈ വ്യക്തിക്ക് ഇത് ഒരിക്കലും നല്ലതല്ല, അതുകൊണ്ട് ഇതിനെ ഇല്ലാതാക്കുക തന്നെ വേണം, അല്ലെങ്കിൽ ഈ ഒരു കാര്യം അവരുടെ ലൈഫിൽ നിന്ന് എടുക്കുക തന്നെ വേണം. അങ്ങനെ എടുക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്നെങ്കിൽ അത് നിങ്ങളുടെ നന്മയെ കരുതിയാണ് നിങ്ങൾ വിചാരിക്കുക, അല്ലാതെ നിങ്ങളോട് ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല. എന്ത് കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം നിങ്ങളുടെ ആ ഒരു നന്മയെ കരുതിയാണ് അത് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പെയിൻ ആയിരിക്കത്തില്ല, സന്തോഷമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്ത് പരിവർത്തനം ഉണ്ടായാലും അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കണം. അത് മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നോക്കുമ്പോൾ കാണാൻ സാധിക്കും, നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിൻ്റെ ബലമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നല്ലത് സംഭവിച്ചാലും അതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്കായിരിക്കും ലഭിക്കുന്നത്. പിന്നെ നിങ്ങളുടെ കുടുംബത്തിൽ വേറൊരാൾക്ക് എന്തെങ്കിലും നല്ലത് സംഭവിച്ചാലും അതിൻ്റെ ഔട്ട്പുട്ടും നിങ്ങൾക്കായിരിക്കും കിട്ടുന്നത്. അതാണ് ഭാഗ്യവുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണൻ ശകുനിയോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് ശകുനി മാമ, നിങ്ങൾ എത്ര തന്നെ മോശം ചെയ്താലും കാപട്യം ചെയ്താലും കള്ളം ചെയ്താലും ചതി ചെയ്താലും അതിൻ്റെ എല്ലാം ലാഭം ലഭിക്കുന്നത് പാണ്ഡവർക്കായിരിക്കുമെന്ന്. അതായത് ലാസ്റ്റ് പാണ്ഡവർക്കാണല്ലോ ലാഭം ലഭിച്ചത്. ഇവർ എത്ര തന്നെ ചതിക്കാൻ ശ്രമിച്ചിട്ടും ഇവരെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഇവർക്കല്ലേ നഷ്ടം ഉണ്ടായത്, ലാഭം എല്ലാം പാണ്ഡവർക്കല്ലേ ഉണ്ടായത് ലാസ്റ്റ്. ശ്രീകൃഷ്ണൻ പാണ്ഡവരോട് പറഞ്ഞത് നിങ്ങൾ ജയിക്കാൻ വേണ്ടി തയ്യാറായിക്കൊള്ളൂ എന്നാണ്. അതേപോലെ ഞാനും നിങ്ങളോട് പറയുകയാണ്, ഈ ഒരു പ്രൊഡക്ഷൻ ഉറപ്പായിട്ടും സത്യമാകുന്നതാണ്. നിങ്ങളും വിജയിക്കാൻ വേണ്ടി തയ്യാറായിക്കൊള്ളൂ.
ഇപ്പോഴത്തെ ആ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്രമാത്രം സ്പിരിച്വലായിട്ടുള്ള ഒരു സപ്പോർട്ട് ലഭിക്കുന്ന സമയമാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും നല്ലതായിരിക്കും സംഭവിക്കുന്നത്. അത്രമാത്രം സ്പിരിച്വലായിട്ടുള്ള ടൈമാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ടൈം. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് വളരെ വലിയ മോശമായിട്ടുള്ള ആ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്നും ആ ഒരു പാറ്റേണിൽ നിന്നും നിങ്ങൾ മുക്തരാവാൻ പോകുകയാണ്. പിന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒരു കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കത്തില്ല. വളരെ പോസിറ്റീവായിട്ട് എല്ലാത്തിനെയും കാണും. അതായത് ഒരു കാര്യത്തിന് ഡിലേ ആയി, അയ്യോ ഡിലേ ആയിപ്പോയില്ല, ഞാൻ ഇനി എന്ത് ചെയ്യും, അങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കത്തില്ല. അതിൻ്റെ ആ സമയമാകുമ്പോൾ അത് നടക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിനെ വിട്ടിട്ട് മുന്നോട്ട് പോകും. അല്ലാതെ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കത്തില്ല. ഇവിടെ ആ ഒരു സണ്ണിൻ്റെ എനർജി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഡിവൈൻ ടൈം എപ്പോഴൊക്കെ ആകുന്നുണ്ടോ ആ ഒരു ഡിവൈൻ ടൈമിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സണ്ണിൻ്റെ ആ ഒരു എനർജി ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സണ്ണിൻ്റെ എനർജി സന്താനത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു സുഖത്തിൻ്റെ എനർജി ഇവിടെ പറയുന്നു. സന്താനം ഇല്ലാത്ത ഇരിക്കുന്നവർക്ക് സന്താനം ലഭിക്കുന്നതിൻ്റെ ആ ഒരു എനർജി ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ ശുഭമായിട്ടുള്ള ആ ഒരു ടൈം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുകയാണ്. യെല്ലോ കളർ കൂടുതലായിട്ടും നിങ്ങൾക്ക് ഒരു ആകർഷണം അതിനോട് തോന്നും. അപ്പോൾ നിങ്ങൾ കൂടെ കുറച്ച് കൂടെ പരിശ്രമിക്കുക. അതായത് എൻ്റെ ലൈഫിൽ എനിക്ക് എന്താണോ അച്ചീവ് ചെയ്യാനുള്ളത് അതിന് വേണ്ടി ഞാൻ പരിശ്രമിക്കുക. അതിന് വേണ്ടി ഏതറ്റം വരെ പോലും ഞാൻ തയ്യാറാണ്. അങ്ങനെ നിങ്ങളുടെ ഭാഗത്തുനിന്നും കൂടെ ഒരു പരിശ്രമം, ഒരു കോൺഫിഡൻസോടു കൂടി മുന്നോട്ട് പോകുന്ന ആ ഒരു സാഹസികത ഉണ്ടാവണമെന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ മാരേജ് ആവാത്തവരാണ് എങ്കിൽ മാരേജ് നടക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾക്ക് മാരേജ് ഉണ്ടാവുന്നതായിട്ട് ഇവിടെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡിവൈൻ ടൈം നടക്കുകയാണ്. നിങ്ങളുടെ ലൈഫിൽ മാരേജ് നടക്കാൻ വേണ്ടിയുള്ള എല്ലാവരുടെയും ആശീർവാദത്തോടു കൂടി നിങ്ങൾക്ക് ഒരു മാരേജ് ഉണ്ടാവുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി സമയം ഇനി അങ്ങോട്ട് നിങ്ങളുടെ ഫേവറിലായിരിക്കും വരിക. അതല്ലാതെ വേറെ ഓപ്ഷൻ ഉണ്ടാവത്തില്ല സമയത്തിന്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് വെറുതെ സാന്ത്വനമേകുന്നതല്ല. റീഡിങ്ങിൽ എന്താണോ വരുന്നത് അതാണ് ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങളത് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ ഫുള്ള ഭയവും പേടിയുമാണ്. ഇനിയും നിങ്ങളുടെ സന്തോഷം വന്നാൽ ആരെങ്കിലും അത് കൈയടക്കുമോ എന്നൊക്കെയുള്ള പേടി അതാദ്യം മാറ്റുക. എന്താണോ ലൈഫിൽ വരാൻ പോകുന്നത് അതിനെ സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുക. പിന്നെ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം എന്താണ് അതിന് വേണ്ടി കൂടുതലായിട്ട് പരിശ്രമിക്കാനും കൂടെ തുടങ്ങുക. കാരണം ഡിവൈൻ ടൈം വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി കൂടുതലായിട്ട് പരിശ്രമിക്കേണ്ടത്. അപ്പോൾ ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് സക്സസ്സിലേക്ക്, വിജയത്തിലേക്ക് എത്താൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് വീട് വാങ്ങിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് എങ്കിൽ നിയറിൽ നിങ്ങൾക്ക് നല്ലൊരു വീട് വാങ്ങിക്കാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. മാരേജും അതേപോലെ നിയറിൽ നല്ലൊരു മാരേജ് നടക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ആ ഒരു ക്രോയുടെ ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നു. ക്രോയുടെ എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു നെഗറ്റീവ് ചിന്ത, എന്തോ നെഗറ്റിവിറ്റി ഉണ്ട്. അത് റിലേറ്റഡാണ് ക്രോയുടെ എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു മൈൻഡിനെ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടി ഈ ഒരു നെഗറ്റിവിറ്റി ശ്രമിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ ഒരു നെഗറ്റിവിറ്റിയിൽ വീണ് പോകരുത്. നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിലോട്ട് തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. ഇവിടെ നിങ്ങളെപ്പോഴും നിങ്ങളുടെ ആ ഒരു കണ്ണുകൾ അടച്ചിട്ട് നിങ്ങളുടെ അന്തരാത്മാവിനോട് നിങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് എന്താണ് ശരിയെന്ന്. അപ്പോൾ മനസ്സിലാവും നിങ്ങളുടെ ആ ഒരു ലൈഫിൽ നിങ്ങൾക്ക് എന്താണ് ശരിയെന്നുള്ള കാര്യം. ഇവിടെ ഇത്രയും നാൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ സ്റ്റക്കാക്കി ദൈവം വച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാരണമില്ലാതെയല്ല, ഒരു കാരണം ഉണ്ടായിട്ടാണ്. അപ്പോൾ ഇനിയാണ് നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹിച്ച സന്തോഷം ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ദൈവം ഇത്രയും കാലം നിങ്ങളെ സ്റ്റക്കാക്കി വെച്ചത്. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഒരു ജമ്പ്, അതായത് ഒരു ഗ്രോത്ത് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ബിസിനസ്സിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ബോസുമായിട്ട് നല്ല ഒരു താളമേളം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് മുന്നേ ബോസുമായിട്ട് ഭയങ്കരമായിട്ട് ഇൻബാലൻസ് ആയിട്ടുള്ള സ്ഥിതി ആയിരുന്നിട്ടുണ്ടെങ്കിൽ ഇനി ബാലൻസ് ആയിട്ടുള്ള സ്ഥിതി ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് മാരേജ് ലഭിക്കുന്ന ആ ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് നിങ്ങളുടെ സെയിം എനർജിയിലുള്ള ആളായിരിക്കും. നിങ്ങൾ എങ്ങനെയാണോ അതേ സെയിം എനർജിയിലുള്ള ആളായിരിക്കും ഓപ്പോസിറ്റുള്ള വ്യക്തിയും. നിങ്ങളുടെ ഹൃദയവും മനസ്സും നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അത്.
പക്ഷേ അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരു ആക്ഷൻ എടുക്കേണ്ട അവസ്ഥയാണ് ഉണ്ടാവുന്നത്. കാരണം ഒരു സന്തോഷം നമുക്ക് ലഭിക്കാൻ വേണ്ടി ദൈവം നമ്മളെ മുന്നേ തന്നെ തയ്യാറാക്കും. അതേപോലെയാണ് ഇവിടെ നിങ്ങളെയും തയ്യാറാക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഭവിഷ്യവാണിയാണ് ഇപ്പോൾ പറഞ്ഞ് നിങ്ങളുടെ ലൈഫിൽ ശുഭകാര്യങ്ങൾ സംഭവിക്കും. അതായത് നിങ്ങളുടെ മാരേജ്, വീട് വാങ്ങിക്കാൻ സാധിക്കും നിങ്ങൾക്ക്. നിങ്ങളുടെ ഒരു ലൈഫിൽ ബിസിനസ്സിലായിക്കൊള്ളട്ടെ, കരിയറിലായിക്കൊള്ളട്ടെ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകും. ഇതെല്ലാം രണ്ടാമത്തെ ഭവിഷ്യവാണിയാണ്. ഇനി മൂന്നാമത്തത് നോക്കാം. തേർഡ് ഭവിഷ്യവാണി എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു സാഹസികതയെക്കുറിച്ചാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ പല ഗീവപ്പ് ചെയ്യേണ്ട അവസ്ഥയും വന്നിട്ടുണ്ട്. സിറ്റുവേഷൻസ് അങ്ങനെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും നിങ്ങൾ ഗീവപ്പ് ചെയ്തില്ല. നിങ്ങൾ സാഹസികരായിട്ട് മുന്നോട്ട് പോയി. സമയവും ആ സമയം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ സമയം ധൈര്യവും വന്നു. ദൈവവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ആ ഒരു ധൈര്യം, ആ ഒരു സാഹസികത ഇപ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സന്തോഷം ലഭിക്കും. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത സന്തോഷം. അത് നിങ്ങളപ്പോൾ പറയും, ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഈ രീതിയിലുള്ള സന്തോഷം ലഭിക്കുമെന്ന്. ദൈവമേ, ആ രീതിയിലുള്ള സന്തോഷം എനിക്ക് തന്നതിന് താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞ് നിങ്ങൾ ദൈവത്തിനോട് നന്ദി പറയുന്നവരായി മാറുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇപ്പോഴല്ല, വരാൻ പോകുന്ന സമയം. അതായത് നിങ്ങളിപ്പോൾ മാരേജ് ആവാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് മാരേജായി, കുടുംബമാകുന്നു, കുട്ടികളാകുന്നു. അങ്ങനെ നിങ്ങൾ ദൈവത്തിനോട് നന്ദി പറയുന്നതായിട്ട്. ഇനി കുടുംബം ആയവർ, നിങ്ങളുടെ കുടുംബത്തിൽ ക്ലേശമായിട്ടുള്ള സ്ഥിതി, അതായത് എന്തെങ്കിലും കാര്യത്തിൽ ഹസ്ബൻഡും വൈഫും തമ്മിൽ പിണങ്ങിയിരിക്കുന്ന അവസ്ഥ, എപ്പോഴും വഴക്ക്, എപ്പോഴും വിഷമം ആയിട്ടുള്ള സ്ഥിതിയിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ, കാരണം മനസ്സിൽ ഒരു അടുപ്പം ഉണ്ടാവുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. സിറ്റുവേഷൻസ് വീണ്ടും വീണ്ടും അങ്ങനെ തന്നെ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇനി ഒരിക്കലും ഈ ഒരു ഇതിൽ ഒരു മാറ്റം ഉണ്ടാവത്തില്ല, ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോകും, കുറച്ചും കൂടെ കൂടുതലായിട്ട് മോശം അവസ്ഥയിലേക്ക് പോകും, അല്ലാതെ ഇത് നേരെ ആവത്തില്ല എന്നാണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത്. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമായിട്ട് നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ പരിവർത്തനം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ വിചാരിച്ചത് ഒരിക്കലും ഈ ഒരു ബന്ധം നേരെ ആവത്തില്ല, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്നാണ്. പക്ഷേ ആ ഒരു ചിന്തകൾക്കപ്പുറമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷേ ഒരു കാര്യം പറയാതെ വയ്യ, നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒത്തിരി ശ്രമിച്ചു ബന്ധങ്ങൾ നേരെ കൊണ്ടുപോകാൻ വേണ്ടി. പക്ഷേ നിങ്ങൾ അതിലെല്ലാം തോൽക്കുകയാണ് ചെയ്തത്. എത്ര തന്നെ നിങ്ങൾ അത് ഒന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അപ്പോഴെല്ലാം അത് അകന്നകന്നാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അതായത് ഒരു വ്യക്തിക്ക് എപ്പോഴാണോ ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടാകുന്നത്, ആ വ്യക്തി ദേഷ്യത്തിൽ എന്തും പറയും. അപ്പോൾ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിക്ക് സഹിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വാക്കുകളായിരിക്കും പറയുന്നത്. അതായത് എനിക്ക് ഓപ്പോസിറ്റുള്ള വ്യക്തിയുമായിട്ട് ഒരു ബന്ധവുമില്ല, ദേഷ്യം വന്നാൽ ആ രീതിയിലുള്ള വാക്കുകളാണ് അവർ പറയുന്നത്. പക്ഷേ അവർ അപ്പോൾ പറയുന്നത് ഇങ്ങനെയായിരിക്കും, എനിക്ക് ഇവരുടെ കൂടെ താമസിക്കണ്ടേ, ഇവിടെ നിന്ന് ദൂരെ പോകണം, സന്തോഷമായിട്ട് എവിടെയെങ്കിലും പോയി താമസിക്കണം, അങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷേ ഇമോഷണലായിട്ടുള്ള വ്യക്തികൾ, ഇങ്ങനെ ദേഷ്യപ്പെടുന്ന വ്യക്തികൾ, നമ്മൾ നേരിട്ട് അവരോടൊന്ന് പോയി എന്തെങ്കിലും കാര്യം സംസാരിക്കുകയാണ് എങ്കിൽ അവരുടെ ആ ദേഷ്യമെല്ലാം അപ്പോൾ തന്നെ മാറുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ അവരുടെ ദേഷ്യം. അതായത് ദേഷ്യത്തിൻ്റെ പുറത്ത് എന്തും പറയും. പക്ഷേ കുറച്ച് കഴിഞ്ഞ് നമ്മൾ സ്നേഹത്തോടെ അവരോട് സംസാരിക്കണമെങ്കിൽ അവരുടെ ആ ഒരു ദേഷ്യമെല്ലാം മാറും. ഇവിടെ നിങ്ങളുടെ ഉള്ളിലും അങ്ങനത്തെ സ്വഭാവമാണ് ഉള്ളത്. നിങ്ങൾക്ക് ആരോടും ഒരു ഈഗോയും ഇല്ല. മനസ്സിൽ വച്ച് പെരുമാറുന്ന കാര്യം നിങ്ങൾക്ക് ഒട്ടും തന്നെ അറിയത്തില്ല. എന്താണോ ഉള്ളത് അപ്പോൾ തുറന്ന് പറയും. അല്ലാതെ മനസ്സിൽ വച്ച് പെരുമാറാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല. ഇവിടെ നേരിട്ട് ഒരു വ്യക്തിയോട് ഇപ്പോൾ മാപ്പ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് പോയി മാപ്പ് ചോദിക്കും. അതിന് നിങ്ങൾക്കൊരു മടിയുമില്ല. ഇവിടെ നിങ്ങളുടെ ഈ ഒരു സ്വഭാവത്തിൽ ഉണ്ടായ ആ ഒരു മാറ്റം കണ്ടിട്ട് ദൈവം തന്നെ നിങ്ങളുടെ ആ ഒരു ലൈഫിലുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം അത്രമാത്രം ധൈര്യമാണ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ വച്ചത്. ഇവിടെ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ചില ബന്ധങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാവണമെന്നാണ്. അതായത് കുടുംബത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കണമെന്നാണ് ദൈവം വിചാരിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് ലഭിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കും, എൻ്റെ മുന്നത്തെ ലൈഫ് എങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ ലൈഫ് എങ്ങനെ, രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോവും. ആ രീതിയിലുള്ള പരിവർത്തനമായിരിക്കും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെ നിങ്ങളുടെ സംഘർഷങ്ങൾ അവസാനിക്കുന്നതായിട്ട്, നിങ്ങളുടെ ആ ഒരു ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി അങ്ങോട്ട്
നിങ്ങൾ ദൈവത്തിനോട് പറയുകയും ചെയ്യും, ഈ രീതിയിലുള്ള സന്തോഷം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, എനിക്ക് ഈ ഒരു സന്തോഷം ലഭിച്ചു, ഈ ഒരു സന്തോഷം ലഭിച്ചു. അങ്ങനെ ഓരോ സന്തോഷവും എണ്ണി എണ്ണി നിങ്ങൾ ഭഗവാനോട് നന്ദി പറയുന്നവരായിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ പേഴ്സണൽ ലൈഫിലും നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലുമുള്ള സംഘർഷങ്ങൾ അവസാനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ലൈഫിൽ ഒരു വ്യക്തി വിജയിക്കുമ്പോഴാണ് അവർക്ക് പേഴ്സണൽ ലൈഫിലും ഒരു പ്രൊഫഷണൽ ലൈഫിലും ഒരു സന്തുലനം കൊണ്ടുവരാൻ സാധിക്കുന്നത്. അതേ ഒരു സന്തുലനം നിങ്ങൾക്കും കൊണ്ടുവരാൻ സാധിക്കും. ഇനി സന്തുഷ്ടമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് എന്തിലും ഒരു സന്തുഷ്ടി ഭാവം നിങ്ങൾക്ക് ഉണ്ടാകും. ഒരു കാര്യം ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിൽ എത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് ആ ലക്ഷ്യത്തിൽ നിന്ന് മാറാൻ പാടില്ല. അതിൽ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എപ്പോഴാണോ എത്തുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ കോൺസെൻട്രേഷൻ നല്ലതായിട്ടാണ് ഇത്രയും നാൾ ഉണ്ടായിരുന്നത് എന്ന്. നിങ്ങളുടെ കോൺസെൻട്രേഷൻ മാറുമ്പോഴാണ് നിങ്ങൾ ലക്ഷ്യത്തിൽ നിന്ന് മാറുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കോൺസെൻട്രേഷൻ നിങ്ങൾ എപ്പോഴും ആ ഒരു ലക്ഷ്യത്തിൽ തന്നെ വയ്ക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എപ്പോഴാണോ ആക്ഷൻ എടുക്കുന്നത് അപ്പോഴാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സന്തോഷവും നിങ്ങളുടെ അടുത്ത് എത്തുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം ഒരിക്കലും മാറരുത്. നിങ്ങളുടെ ആക്ഷൻ അത് ഒരിക്കലും തെറ്റായി പോകരുത്. നല്ല രീതിയിലുള്ള ഒരു ആക്ഷൻ തന്നെ നിങ്ങൾ എടുക്കുക മാരേജ് റിലേറ്റഡ് ആയിട്ട്. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ അതേ സെയിം എനർജിയിലുള്ള ആളായിരിക്കും നിങ്ങളെ മാരേജ് ചെയ്യാൻ വരുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഏപ്രിലിൻ്റെ ആ ഒരു എനർജി പറയുന്നത് നിങ്ങൾക്ക് ഒരു ഗുപ്ത ശത്രു ഇനി ഉണ്ടാവത്തില്ല. നിങ്ങളെ ആരും ഒരു രീതിയിലും വേദനിപ്പിക്കത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൻ്റെ ആ ഒരു കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാകും. അതൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.